ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പൂവിടാൻ പോവാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തൃക്കാക്കരയപ്പനെ വെക്കാനായിട്ട് അത് കുറേ ദിവസമായി അമ്മ വാങ്ങിക്കൊണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അവൻ്റെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് വേണ്ടി അവൻ കാത്തിരിക്കട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇതുവരെ അങ്ങനെ ഇവിടെ വെച്ചിട്ടൊന്നുമില്ല. പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ വെച്ചതായിരുന്നു കേട്ടോ. അച്ഛമ്മ മണ്ണൊക്കെ ഉരുട്ടി അതൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇതൊക്കെ വരഞ്ഞിട്ട് മാവ് കൊണ്ട് വരഞ്ഞിട്ടൊക്കെ വെക്കാറ് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അത്തത്തിൻ്റെ അന്ന് അടയൊക്കെ വെച്ചു കൊടുക്കും, ഉത്രാടത്തിൻ്റെ അന്ന്. അങ്ങനെ ഓരോ ആചാരങ്ങളൊക്കെ ആയിരുന്നുണ്ട്. ഇപ്പം നമുക്കൊന്ന് ഓരോ ആഗ്രഹമാണ് എല്ലാ വീടുകളും കാണുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമ്മളൊന്ന് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ വാങ്ങിക്കൊടുന്ന കേട്ടോ. ഇത് മരത്തിൻ്റെ അല്ല, ഇത് മണ്ണാണ്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ കുഴച്ചിട്ട് ഉണ്ടാക്കലാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വാങ്ങാൻ കിട്ടുന്നത് 50 രൂപ കേട്ടോ. മരത്തിൻ്റെതുണ്ട്, അതൊരു സെറ്റായിട്ടാണ് കിട്ടുക. അപ്പം നമ്മൾ പണ്ടൊക്കെ വീട്ടിലൊക്കെ വെച്ചിരുന്നത് 2, 3, 4 വെച്ച് അങ്ങനെ വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അത് പൂവ് പറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്ന് പൂവൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇത്ര കാക്കരയപ്പനെ വെക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ പൂവൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും 3 ഷോർട്സ് കണ്ടിട്ട് ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം, എന്നാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ പൂവ് കണ്ടോ, ഈ ചുവന്ന പൂവ് അതെന്താണെന്ന് വെച്ചാൽ മെരുകിൻ്റെ പൂവാണ്. നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടാവും ഇങ്ങനെ ചുവന്നതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. അതങ്ങനെ പെട്ടെന്ന് വാടൊന്നുമില്ല. ആ പൂവാട്ടോ ഇത് കണ്ടില്ലേ, തുളസിപ്പൂവും ചെമ്പരത്തി, മല്ലിക അങ്ങനെയുള്ള പൂക്കളൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ തൃക്കാക്കരയപ്പൻ്റെ മുകളിലും ഒക്കെ ചൂടിച്ചു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ നമ്മളോട് മല്ലികയൊന്നും ഇല്ല ഇപ്പം ഇന്നൊന്നും വെക്കേണ്ട സമയമായിട്ടൊന്നുമില്ല. എന്നാലും അഗുവിന് വേണ്ടിയിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ വെക്കാൻ പാടുണ്ടുള്ളതെന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അലങ്കരിച്ചിട്ടുണ്ട് തൃക്കാക്കരയപ്പനെ. അപ്പം നമ്മൾ വേഗം അടുക്കളയിലേക്ക് വന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ട് വേഗം നമ്മൾ ദോശ ചുടട്ടെ. അവന് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് വേഗം അവനിപ്പോൾ ബസ് വരാനായി. അപ്പോൾ പൂ വിട്ടിട്ട് വേണം അവന് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം ഇതായി നിൽക്കുന്നു. അവൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ദോശ ചുട്ട് കൊടുക്കട്ടെ. ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വേഗം ദോശ ചുട്ടിട്ട് കറി ഉണ്ട്, അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം ദോശ ചൂടാണ് കേട്ടോ. ചുട്ട് കഴിഞ്ഞിട്ട് വേണം അവന് പോകണമെങ്കിൽ 1-2 ദോശയെങ്കിലും വേണ്ടേ. അപ്പോൾ നമ്മൾ ദോശ ചൂടാൻ തുടങ്ങി കേട്ടോ. അത് വേഗം ചുടട്ടേന്ന് വിചാരിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ദോശ ചൂടുന്നത്. എന്നാൽ പിന്നെ വേഗം ആവുമല്ലോ. മറ്റേത് അടുപ്പത്ത് നമ്മൾ തീ മൂട്ടില്ല. ദോശയ്ക്ക് ഞാൻ ഗ്യാസിൽ തന്നെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ചൂന് ദോശയാണ് കേട്ടോ ഇഷ്ടം. ചായക്കടയിൽ എപ്പോഴും അതിൽ അന്ന് കണ്ട പറയും, അമ്മ ദോശ ചൂടാന്ന് പറയും. അപ്പോൾ ദോശ ചെയ്യുമ്പോൾ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ദോശയൊന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ പുട്ടായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അവൻ ദോശയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ചായ അതിൻ്റെ ഇടയ്ക്ക് കൊടുക്കണം. അതിന് വേണ്ടി ദോശയൊക്കെ റെഡിയാണ്. ലഗോ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ്? ഇന്നത്തത് പൂക്കള മത്സരം, പിന്നെ സദ്യ ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണെന്ന്. ഇത് നമ്മൾ ചക്കക്കാലത്ത് ചക്ക വരട്ടിയതാട്ടോ. ഇപ്പം അത് പോണില്ല. അപ്പോൾ ആ വെള്ളമാണ് കേട്ടോ. പിന്നെ പോരാത്തത് നല്ലോണം ചളിയുണ്ട്. കൊഞ്ചു ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ആക്കിയിട്ട് കളറും പെൻസിലും പേനയും കൊണ്ടൊക്കെ വരഞ്ഞിട്ട് ഇപ്പോൾ ചുമരൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ വലുതാവണ വരെ അവരുടെ കളിയൊക്കെ കഴിയുമ്പോഴേക്ക് അവർ ഓരോ ഡിസൈൻ ആക്കൂലേ നമ്മളെ ചുമരൊക്കെ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം നെയ്ച്ചിട്ട് അടിച്ചെടുത്ത് തുടക്കലൊക്കെ കഴിഞ്ഞ് ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായയും തിളപ്പിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ദോശ വേഗം ചൂടാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവനേതായാലും ദോശ കഴിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി ദോശമാവും കൂടെ ചൂടുകയാണ്. ഞങ്ങൾ കുറച്ച് മതിയല്ലോ. അപ്പോൾ കൊഞ്ചും എണീറ്റിട്ടില്ല. ഞാൻ അവളെ നീറ്റ് അവളെ കുളിപ്പിക്കുകയൊക്കെ വേണം. അപ്പോൾ ദോശ ചൂടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണമൊക്കെ അങ്ങോട്ട് അടുത്തു അല്ലേ. അപ്പോൾ ഓണത്തിന് എന്താ ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും? അപ്പോൾ ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലേ വെള്ള പട്ടുപാവടയൊക്കെ. അപ്പോൾ ഞാൻ കുഞ്ചുവിനൊരു പട്ടുപാവട വാങ്ങി ഇന്നലെ രാത്രി ആദ്യമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പണി അങ്ങനെ അടിച്ചുണ്ടാക്കി. എനിക്ക് ചെറിയതായിട്ട് രീതിയിലൊക്കെ ഞാൻ ടൈലറിങ് ഉണ്ട്, പഠിച്ചിട്ടൊന്നല്ല. എന്നാലും അവൾക്കുള്ളതൊക്കെ കുറേശ്ശൊക്കെ പട്ടുപാട അങ്ങനെയുള്ളതൊക്കെ അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണോട് കണ്ണായിടാം മെയ്യോടു മെയ്യ
തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ. കണ്ണോടു കണ്ണായിടാം, മെയ്യോടു മെയ്യായിടാം, എന്നാലും നമ്മളൊന്നായിടും. കനവിൽ നീയോ മാറോണം പോന്നതാ, എന്നാലും നമ്മളൊന്നായിടും. കനവിൽ നീയും മാനോളം പോന്നതാ. നിന്നെപ്പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ, ഓണങ്ങളിൽ താളങ്ങളിൽ കൈകോർത്തു നാമെന്നും. നന്നാളിലും കണ്ണീരിലും. അപ്പോൾ ദോശ കരിയുണ്ട് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുഞ്ചുനെ നീട്ടി കുളിപ്പിക്കട്ടെ കേട്ടോ. അപ്പോൾ കുഞ്ചു ഉണർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവളെ വിളിക്കാൻ കേട്ടോ. കുഞ്ചു അവിടെ എങ്ങനെ കിടക്കണം. അപ്പോൾ കുഞ്ചുണ്ട് എന്ന് തന്നെ അറിയണില്ലല്ലേ അവളെ എങ്ങനെയൊക്കെ കിടക്കണമെന്ന്. കുഞ്ചു കുഞ്ചു ഉണ്ടോ? ഇല്ലേ? അമ്പത്തിക്കില്ല ഉറങ്ങാം. ഉറങ്ങാണോ? ഉറങ്ങാം. അമ്മ അമ്പലത്തിൽ വിടട്ടെ. അപ്പം ഞാൻ കുഞ്ഞുനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ നീക്കുന്നുണ്ട്. നീക്കാനൊന്നും മടിച്ചെങ്കിലും അപ്പോൾ രാവിലെ അവളെ ഒന്ന് ഉണർന്നിട്ട് പിന്നെ ഉറങ്ങിയത്. അപ്പോൾ ഒരുപാട് നേരം ഉറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അവൾക്ക് നീക്കാനുള്ള മനസ്സൊന്നുമില്ല. എന്നാലും അവൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റു കേട്ടോ. ഇനി അവളെ കുളിപ്പിച്ചിട്ട് വേണം നമുക്ക് അമ്പലത്തിൽ പോകാൻ. അപ്പോൾ നീറ്റ് അവിടെ അപ്പോൾ ഞാൻ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് നീക്ക് 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 ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് കുളിച്ചിട്ട് വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞങ്ങൾ റെഡി ആയിട്ടുണ്ടല്ലേ അഞ്ച മുമ്പ് അമ്പലത്തേക്ക്. വാ വാ വണ്ടിമ്മ കയറ്. അപ്പം നമുക്ക് പോവല്ലേ? റെഡിയല്ലേ? അപ്പോൾ ഞങ്ങൾ പോവാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. പാശം കൊണ്ടുവരാറ്. അപ്പം നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പായസം പറഞ്ഞിട്ടുണ്ട് ഇന്നൊന്ന്. അപ്പോൾ നമ്മൾ തൊഴാൻ കയറാൻ പോവാട്ടോ. വാ. അമ്പലത്തിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കുഞ്ചു തൊഴുതുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി പ്രസാദം വാങ്ങണം. ലഞ്ചു വാ. ആ എന്തൊക്കെയുണ്ട് വർത്താനം? ഓണക്കൊടിയൊക്കെ വാങ്ങിയോ? എന്നിട്ട് വാ. തൊഴുത് കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി തീർത്ഥം വാങ്ങി. അപ്പോൾ അവൾ തീർത്ഥം വേണ്ടേന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുകയാണ്. അവൾ തീർത്ഥമൊക്കെ വാങ്ങി നമ്മൾ ചന്ദനമൊക്കെ വാങ്ങി അവരിതാ സംസാരിക്കുകയാണ് കേട്ടോ. തമ്പുരാനോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും എന്നോട് ചോദിക്കുന്നതൊക്കെ ഞാനും മറുപടി പറഞ്ഞ് അങ്ങനെ സംസാരിച്ച് പ്രസാദമൊക്കെ തന്ന് നമ്മളതൊക്കെ കൊണ്ട് ചന്ദനമൊക്കെ തൊട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്തൊക്കെ അവൾ വർത്താനം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാ പായസം കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാ പ്രസാദമൊക്കെ ഉണ്ട്. ഇവിടെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും
പിന്നെ ഇതാ നേദിച്ച പഴവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് നോക്കിയപ്പോൾ എറുമ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ അവിടെ ജോലി ചെയ്യണ അമ്മ ഉണ്ട്. അപ്പോൾ അവരോട് നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. ആ നേരം കൊണ്ട് കുഞ്ചു പഴമൊക്കെ കഴിച്ചു. നേദിച്ചത് എടുത്തോളൂ, ഫുള്ള് എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ അവളാട്ടോ ചിലതൊക്കെ ചെറുതായിട്ട് കഴിച്ചു. അപ്പോൾ ചേച്ചി അവിടെ പൂവൊക്കെ നന്നാക്കാം കേട്ടോ. അമ്പലത്തേക്കുള്ള പൂവൊക്കെ, നാളത്തേക്കുള്ള പൂവൊക്കെ നന്നാക്കുകയാണ്. അപ്പോൾ എന്നോട് പൂവൊക്കെ ഉണ്ടോ, തെച്ചിപ്പൂവോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ എന്തായാലും പൂവൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ സംസാരിച്ച് കുറേ നേരം ഇരുന്നു കേട്ടോ. നമ്മൾ എന്ന് ഇവിടേക്ക് വരുന്നുണ്ടോ അന്നൊക്കെ ഞങ്ങൾ പായസം കൊണ്ടാട്ടോ ഇവിടുന്ന് പോവൽ. കുഞ്ചുവിന് അവർ പായസം എന്നും തരാറുണ്ട്. അവളാണെങ്കിൽ പായസം കിട്ടിയിട്ടേ പോവലുള്ളൂ കേട്ടോ. എന്നും അതിനായിട്ട് പായസം കിട്ടിയിട്ട് പോവാമെന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ കാത്തിരിക്കും. അപ്പോൾ അവളാണെങ്കിൽ എല്ലാവരും നല്ല സംസാരമാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയണം അവൾക്കൊരു പരിചയക്കേടും ഇല്ലല്ലോ എന്നൊക്കെ പറയാണ്. അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പേൻ്റെ കാര്യവും ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ അയ്യപ്പനെയും കൂടെ ഒന്ന് തൊഴുതു വന്നു കേട്ടോ. നമ്മളിതാ പായസമൊക്കെ കിട്ടി. അടയ്ക്കട്ടെ, മാറിക്ക്. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാട്ടോ. പായസമൊക്കെ കിട്ടി. കുഞ്ചോ ഞാനൊക്കെ തൊഴുതു. ലഞ്ചോ ഞങ്ങൾ പോട്ടെ. ടാറ്റ. ചന്ദനിട്ടു. ടാറ്റ ബൈ ബൈ. അമ്മട്ടത് കണ്ടോളേ. ഓക്കെ ബൈ. ബൈ.